ഇന്നലേക്ക് വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസ്. അപ്പോൾ പടം ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മുമ്പ് സാർ അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ, പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധി വരെയൊക്കെ സൂക്ഷിച്ചു കുറെ കാലം. കേരളത്തിൻ്റെ കയ്യിൽ തന്നെ പോയി ഒരു പ്രാവശ്യം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്തതെന്ന് നമുക്കാണ്. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം, ഇത് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ മുകളിലാണ്. കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകർക്ക്. തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത്. അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററുകൾ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഇതൊന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആളുകൾക്ക് സംശയമായി, ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ, അദ്ദേഹം ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു കൂടി. അപ്പൊ ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം എവിടെയാണത് വരുന്നത്, എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്ററിനകത്ത് ഒരു പൊട്ടല് ആ വിട്ടുപോട്ടത് പോലെ അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, കേരളത്തിൽ അങ്ങോട്ടുള്ള എല്ലാ സെന്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് 150 പേരും സ്ക്രീൻ എക്സ്ട്രാ വരിക, അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു. കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക. ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും, ഒപ്പീനിയൻ ഉണ്ട് പക്ഷെ കളക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട് ഒപ്പീനിയനാണ് കയറുന്നില്ല. അങ്ങനെ പല തരത്തിലുള്ള പറയും. ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ബാറ്റൺ കൈമാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സംസാരിക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് വലിയ സന്തോഷം. ഞാൻ ഈ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഒരു അതിഥിയാണ്. അതെ, സിനിമ വിജയമാകുന്നതിൻ്റെ അതിലൊരു ഭാഗമാകുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകരും സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും. പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധി വരെയൊക്കെ സൂക്ഷിച്ചു കുറെ കാലം. കേരളത്തിൻ്റെ കയ്യിൽ തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ കുറിച്ച് മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തുള്ളൂ. ഏതായാലും അതിൻ്റെ അവരുദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്ന് അറിയുന്നത് സന്തോഷം. സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുടങ്ങും. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകും തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ ഒരു വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. ആദ്യത്തെ അനുഭവമാവുന്ന പലരുമുണ്ട്. സിനിമയെന്ന് സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമുള്ള കുടുംബത്തിൽ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഭാവി സിനിമ അവരുടെ കയ്യിലാണ്. അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ. ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കി അനശ്വരരാജൻ. ഇന്നലേക്ക് വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസ്. അപ്പോൾ പടം ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മുമ്പ് സാർ അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെന്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്നുള്ളത് ഈ പടങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്.